പാലക്കാട് കുഞ്ചൻ സ്മാരകത്തിൽ ക്ലാസുകൾ നിലച്ചിട്ട് 2.5 മാസമായി ഇന്ന് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ശമ്പള കുടിശ്ശികയായതോടെ കൂട്ട അവധിയെടുത്തിരിക്കുകയാണ് അധ്യാപകരും ജീവനക്കാരും. വാർഷിക പരീക്ഷയും അരങ്ങേറ്റവും പ്രതിസന്ധിയിലായതോടെ വിദ്യാർത്ഥികളുടെ ആശങ്കയും ഇരട്ടിയായി. പാലക്കാട് നിന്ന് റിപ്പോർട്ട്. അവിടുത്തെ അധ്യാപക ജീവനക്കാർക്ക് കഴിഞ്ഞ 15 മാസക്കാലമായി ശമ്പളം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ അധ്യാപക ഇതര ജീവനക്കാർക്ക് കഴിഞ്ഞ 12 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ല. കടുത്ത ആശങ്കയിലാണ് അവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. വർഷാവസാനത്തിൽ നടത്തേണ്ട പരീക്ഷ എന്ന് നടക്കപ്പെടും എന്നതിന് കൃത്യമായ ഒരു രൂപരേഖ ഇതുവരെ നൽകാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ നിരവധി മാസങ്ങളായി അവിടെ പഠനം നടക്കാത്തതുകൊണ്ട് തങ്ങൾക്ക് എങ്ങനെ പരീക്ഷ എഴുതാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് കൂടി ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. പറയൂ വിശദാംശങ്ങൾ. എസ്കേൻ, ഒരു 15 മാസമായി ശമ്പളം കിട്ടാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. എന്നാൽ അതാണ് ലക്കിടിയിലെ കുഞ്ചൻ സ്മാരകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടുത്തെ അധ്യാപകർക്ക് 15 മാസമായി ശമ്പളം കിട്ടിയിട്ട് പലതവണ ഇക്കാര്യം സാംസ്കാരിക വകുപ്പിനെയും ഒക്കെ നിരന്തരം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ജനുവരിയിൽ നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെ 1 മാസത്തെ ശമ്പളം 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 1 മാസത്തെ ശമ്പളം അവർക്ക് കിട്ടി. പക്ഷേ വീണ്ടും ഈ കാര്യങ്ങൾ പഴയപടി തന്നെ ആയി മാറുകയാണ്. ഇതിന് പ്രശ്നമായി പറയുന്നത് സ്പെഷ്യൽ ഗ്രാൻഡ് വഴിയാണ് ഇവർക്കുള്ള ശമ്പളം നൽകുന്നത്. സ്പെഷ്യൽ ഗ്രാൻഡ് അനുവദിക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരിന് സാധിക്കില്ല എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ നൽകുന്ന സാധാരണ ഗ്രാൻഡ് അനുസരിച്ച് അവിടുത്തെ കെടാവിളക്ക് കത്തിക്കാനും അതോടൊപ്പം തന്നെ മറ്റ് ചില അറ്റകുറ്റപ്പണികൾക്കും വേണ്ടിയിട്ടുള്ള തുക മാത്രമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ അധ്യാപകരുടെ ശമ്പളം മുടങ്ങിയിട്ട് 15 മാസമായി, അനധ്യാപകർക്ക് 12 മാസവുമായി. വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ് അവിടുത്തെ ജീവനക്കാർ. മാത്രമല്ല വിദ്യാർത്ഥികൾ, അവർ നിരന്തരം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ആശങ്കകളും മറ്റും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കലാമണ്ഡലവുമായി ചേർന്നുകൊണ്ടാണ് പരീക്ഷകളും മറ്റും നടത്തുന്നത്. പരീക്ഷയാകാറായ കുട്ടികൾക്ക് ഒരു പക്ഷേ പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ സ്മാരകം ഇപ്പോൾ പറയുന്നത് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷ എഴുതാൻ കുട്ടികൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ടായില്ല, അവർക്ക് ക്ലാസുകൾ ലഭിക്കാതെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുഞ്ചൻ സ്മാരകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം എന്നുള്ളത് ഓർക്കണം. മുൻകാലങ്ങളിലൊന്നും ഈ തരത്തിൽ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ക്ലാസുകൾ ഈ തരത്തിൽ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും പരിശീലനം പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രമാണപത്രവും ഇത്തവണ ലഭിച്ചേക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, സാംസ്കാരിക വകുപ്പ് ഇടപെടുക, സാംസ്കാരിക വകുപ്പ് ഈ ഫണ്ട് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പ്രശ്ന പരിഹാരത്തിന് സാധ്യമാവുന്ന ഒരു വഴി. താങ്ക് യു നിഖിൽ പ്രമേഷ്.